Please be seated. Pastor T.C. Philip will come forward and share God's word. He will be using only Malayalam, but in the concluding section, I will be sharing some of the summaries of that, but at the same time, give attention to his messages. God bless. Praise the Lord. Praise God. Hallelujah. ഒന്ന് ശബ്ദമായിട്ട് സ്തോത്രം ചെയ്യാമോ? ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയം ഇവിടെ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ കുടുംബം വാത്സല്യ ദൈവമക്കൾ ഒരുമിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എനിക്കും കർത്താവ് തന്ന അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. എൻ്റെ നാട് മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇപ്പം കുറച്ച് നാളായിട്ട് തിരുവല്ലായിൽ താമസിച്ച് ശുശ്രൂഷ ചെയ്യുന്നു. സ്തോത്രം. ഈ രാജ്യത്തേക്ക് ഇങ്ങനെ ഒരു യാത്ര ചെയ്ത് വരുവാൻ ദൈവം 3 മാസത്തിന് മുമ്പ് കുറച്ച് അവകാശം നൽകി. ഇവിടേക്ക് വരുവാൻ സ്തോത്രം ദൈവദാസന്മാർ ഇവിടെ 2 ചെറിയ മലയാളം സഭകളുണ്ട് ഹോസ്റ്റലിൽ. അങ്ങനെ അറിഞ്ഞ് ഇവിടേക്ക് വരുന്നതിനെ വിളിച്ചപ്പോൾ ഒരു അവസരം കർത്താവിന്റെ ദാസനും തന്നു. പ്രത്യേകമായ നന്ദി ദൈവദാസനോട് സഭയോട് ആദ്യമേ തന്നെ അറിയിക്കട്ടെ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ചില ആഴ്ചകൾ കൂടെ ഈ രാജ്യത്തെ മറ്റു ചില ഭാഗങ്ങളുണ്ടായിരിക്കും. അതിനുശേഷം മടങ്ങണം. നാളെ രാവിലെ ഇവിടെ നിന്ന് ടൊൾസായിലേക്ക് കടന്നു പോകും. ദൈവത്തിന്റെ സ്തോത്രം. പേര് ഓർപ്പിച്ചല്ലോ, T.C. ഫിലിപ്പ് എന്നാണ്. സ്തോത്രം. 41 വർഷങ്ങൾക്ക് മുമ്പ് രക്ഷിക്കപ്പെടുവാൻ ഒരു മർത്തോമാ കുടുംബത്തിൽ നിന്ന് കർത്താവ് എന്നെ വിളിച്ചു വേർതിരിച്ചു. സ്തോത്രം. കർത്താവിന്റെ വിളിയുടെ ആഴവും ബോധ്യവും നിമിത്തം അവിടെയുള്ള ഒരു ബന്ധുക്കോസ സഭയിൽ ചുരുങ്ങിയ ചില ആഴ്ചകൾ ആരാധനയിൽ സംബന്ധിച്ചു. സുവിശേഷ വേല ചെയ്യണമെന്നുള്ള ശക്തമായ പ്രേരണ നിമിത്തം സ്തോത്രം അന്വേഷിച്ച് ഒരു ദൈവവചനം പഠിക്കുന്ന സ്ഥാപനത്തിലേക്ക് കടന്നു പോകാൻ കർത്താവ് കൃപ ചെയ്തു. എൻ്റെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നത് ഉപേക്ഷിച്ച് കളഞ്ഞു. സ്തോത്രം. 8 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിലെ ഏറ്റവും ഇളയ മകനാണ് ഞാൻ. സ്വത്ത്, വീട്, കുടുംബം ഒക്കെ എനിക്ക് അവകാശപ്പെട്ടതാണ് നമ്മുടെ രീതി അനുസരിച്ച്. പക്ഷെ അത് വേണ്ട എന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി വരത്തില്ല. യേശു വേഗത്തിൽ വരുന്നത് കൊണ്ട് ഇത് പറയാൻ അറിയാത്ത മേഖലകളിലേക്ക് പോകണം എന്ന് പറഞ്ഞ കുടുംബം ഞാൻ ത്യജിച്ചു. സ്തോത്രം. എൻ്റെ ജ്യേഷ്ഠന് സ്വത്ത്, വീട് ഒക്കെ വിട്ടുകൊടുത്ത് സ്തോത്രം. എങ്ങോട്ടെന്നറിയില്ല. പെന്തക്കോസ്തിനെ കുറിച്ച് ഗ്രാഹ്യമില്ല. ബൈബിൾ സ്കൂൾ എന്ന വാക്ക് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. സ്തോത്രം. സ്നാനപ്പെട്ടിട്ടില്ല. ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഉപേക്ഷിക്കപ്പെട്ട രാത്രിയിൽ യേശുവിനെ ഒരു രാത്രി 2 മണിക്ക് ദൈവാത്മാവ് ഇടപെട്ട ഒരു വചനത്തോടുള്ള ബന്ധത്തിലുള്ള ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചു എന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. സ്തോത്രം. ഒരു പെന്തക്കോസുമായിട്ട് യാതൊരു ടച്ചുമില്ല. ഇത് പ്രസ്ഥാനമാണെന്നോ ഇതിന് കൺവെൻഷൻ ഉണ്ടെന്നോ ഇതിന് പ്രസിഡന്റ് ഉണ്ടെന്നോ ഈ വിധ കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ അന്ന് കേട്ടിരുന്ന ഒരു സമയമല്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എടുത്ത് ചാടി. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടുന്ന പോലെ സമയമില്ല, ആഴിയൊന്നും ഓർത്തില്ല, ആഴമാരാനില്ല, ഇറങ്ങി ഞാൻ പ്രിയനെ. സ്തോത്രം. അതുപോലെ ഒരു ചാട്ടമൊക്കെ ചാടി. പ്രൈസ് ദി ലോർഡ്. വീട് വിട്ടാല്, സ്വത്ത് വിട്ടാല്, ബിസിനസ് വിട്ടാല് നാളെ എങ്ങനെയെന്നുള്ള കാര്യം അറിയില്ല. ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കാൻ ദൈവം അനുവദിച്ചില്ല. ഒത്തിരി ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഈ പുറകോട്ട് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ചിലതൊക്കെ ചിന്തിക്കാതെ ചാടിയാൽ കർത്താവ് കാര്യങ്ങൾ നോക്കിക്കൊള്ളും. അങ്ങനെ ഹല്ലേലൂയ വചനം പഠിച്ചു കഴിഞ്ഞപ്പോൾ കാസർഗോഡ് ജില്ലയിലെ കേരളത്തിന്റെ ഏറ്റവും വടക്കേയറ്റത്ത് ഒട്ടും സുവിശേഷം അന്ന് എത്തിയിട്ടില്ലാത്ത മേഖലയിലേക്ക് 1985 ആരംഭത്തിൽ കടന്നു പോകാൻ ദൈവം കൃപ ചെയ്തു. സ്തോത്രം. ഏകദേശം 20 വർഷത്തോളം ആ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ 8 സ്ഥലങ്ങളിൽ 1 വർഷം 2 വർഷം ചിലയിടത്ത് 3 വർഷമൊക്കെ താമസിച്ച് സ്തോത്രം വേല ചെയ്യാൻ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. അതിനെ കുറിച്ചൊന്നും പറയാനും കൂടെ സമയം പോരാ. അതൊക്കെ മണിക്കൂറുകൾ വേണം. ഈ പരിമിതമായ മിനിറ്റുകൾക്കകത്ത് എവിടെ നിൽക്കുന്നെന്ന് അറിയത്തില്ല. സ്തോത്രം. ഞാൻ തുടങ്ങിയാല് നിൽക്കാൻ വലിയ പാടാണ്. ലിമിറ്റഡ് സ്റ്റോപ്പ്. എനിക്കൊരു സിഗ്നൽ സമയം പറഞ്ഞിട്ടുണ്ടെങ്കിലും സിഗ്നൽ തരണമെന്ന് ഞാൻ അപേക്ഷിക്കുക.
ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ സമയത്തെ മാനിച്ചേ പറ്റുള്ളൂ. ഈ രാജ്യം അങ്ങനെ ആയതുകൊണ്ടാണ്. ഞങ്ങളുടെ അവിടെയാണ് ബാക്കിയും കൊണ്ട് എഴുന്നേറ്റ് 2.5 മണിക്കൂറാണ് ഒരു പ്രസംഗം. കാരണം നമ്മൾ ഉണ്ടാക്കിയ പ്രമാണം ആ നാട്ടിൽ സഭയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെന്ന് ഉണ്ടാക്കിയതായി അവിടുത്തെ എല്ലാ പ്രമാണവും അവിടെ അങ്ങനെ അങ്ങ് പോകുമായിരുന്നു. ആരും ദൂരോട്ട് പോകത്തില്ല. കാരണം 4-5 കിലോമീറ്റർ മലയിറങ്ങി വരുന്ന ജനമാണ്. അവരാരും ഓടിപ്പോകത്തില്ല. നേരത്തെ വിട്ടാലും ഒരു പോകത്തില്ല. പിന്നെ ചോറും കൊടുത്താലേ എന്തെങ്കിലും കൊടുത്തിട്ടും കൂടെ വിടാൻ പറ്റത്തുള്ളൂ. കാരണം അങ്ങനെ അവിടുത്തെ രീതി. അതുകൊണ്ട് ഇവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഒരു സിഗ്നൽ സമയത്ത് എനിക്ക് തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഏതായാലും ആ ദേശത്ത് എത്തി. അവിടെ ഈ പാലക്കാരായ കുറച്ച് കത്തോലിക്കര് കുടിയേറി പാർക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ ആകെ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ബാക്കി ഹിന്ദുക്കളും മുസ്ലിങ്ങളുമാണ്. പിന്നെ അർദ്ധനഗ്നരായിരിക്കുന്ന ആദിവാസികളുണ്ട്. 85-ലെ കഥയെ പറയുന്നത്. ഇവരെല്ലാം കൂടെ കണ്ടപ്പോൾ സുവിശേഷം ആവശ്യമുള്ള മേഖല ഇവിടെയാണ് താമസിക്കേണ്ടതെന്നും കർത്താവ് ഓർപ്പിച്ചു. പക്ഷെ ഒരു താമസ സ്ഥലം കിട്ടാൻ ആർക്കും തരാനില്ലെന്ന് പറഞ്ഞു. ഒരു കടമുറി പോലും വാടകയ്ക്ക് തരാൻ ആർക്കും ഇല്ല. അത്രയ്ക്കും മലമേഖലകളും കുഗ്രാമങ്ങളും കൃഷി സ്ഥലങ്ങളും കൃഷിക്കാരുമായതുകൊണ്ട് ഒരു പുരോഗതിയും ഒരു ഗ്രാമത്തിനും ഇല്ല. അങ്ങനത്തെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളുള്ളതായിരിക്കുന്ന മലമടക്കുകളിലെ ഓരോരോ സ്ഥലങ്ങളാണ്. തിരുവല്ലാക്കാരനായ ഒരു പുള്ളിക്കാരനെ കൊന്നക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്ന് പരിചയപ്പെട്ടു. ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പുഴയുടെ തീരത്തുള്ള സ്ഥലത്തിന് ഞാൻ ഒരു 5 സെന്റ് സ്ഥലം തരാം, നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം. അപ്പൊ പണിയാൻ അറിയത്തില്ല. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ മുതലാളിമാരൊന്നും അല്ല, സാധാരണ ഒരു കുടുംബമാണെങ്കിലും 8 മക്കളിൽ ഏറ്റവും ഇളയ മകനായി ജനിച്ചത് കൊണ്ട് ഒരു തൂമ്പ പിടിക്കാനോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. സ്വതന്ത്രം അതെല്ലാം ദൈവം അവിടെ വെച്ച് വേലോടുള്ള ബന്ധത്തിൽ പഠിപ്പിച്ചു. ഈ ഉരുള് പൊട്ടി ഒഴുകി നിറച്ചു ഉരുളൻ കല്ലുകൾ കിടക്കുന്ന കർണാടക ഫോറസ്റ്റിന്റെ അതിർത്തിയിലുള്ള ഒരു പുഴയുടെ സൈഡിലാണ് അദ്ദേഹം സ്ഥലം തന്നത്. ഞാൻ ഓരോ ദിവസം കുളിക്കാൻ ഇറങ്ങുമ്പോൾ എടുക്കാവുന്ന അത്രയും വലുപ്പമുള്ള ഉരുളൻ കല്ലുകൾ പറക്കി കരയിൽ ഇട്ടിട്ട് ഒരു ദിവസം ഒരു വാക്കത്തി അടുത്തുള്ള ഒരു ഉമ്മായോട് പോയി വാങ്ങി കുറെ വാഴനാരുകൾ കണ്ടിച്ചെടുത്ത് ഇങ്ങനെ വെച്ചാൽ 1 അടി നീളമാണെന്നറിയാം. അങ്ങനെ ഒരു 7 അടി നീളം 7 അടി വീതി 14 അടി നീളത്തിലെ വാഴനാര് ചതുരത്തി വെച്ച് അതിനകത്ത് ഈ കല്ലുകൾ വെച്ച് മണ്ണിട്ട് മുള വെട്ടിക്കൊണ്ടുവന്ന് കുത്തി നാട്ടി അടുത്ത പറമ്പിൽ ഓല ഞാൻ വൈകൂടെ പറക്കി വെള്ളത്തിലിട്ട് മെടഞ്ഞ് വെച്ച് കിട്ടി കേരളത്തിൽ സുവിശേഷ വേല ചെയ്യുവാൻ കർത്താവ് ഭാഗ്യം തന്നു. എനിക്ക് അവിടെ പോകത്തില്ല, അവിടെ സ്വതന്ത്രകാഴ്ചയില്ല, അവിടെ സഭയില്ല, താമസിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനവും അവിടെ നീ അവിടെ ആരും കെട്ടിക്കിടത്തില്ല. പക്ഷെ വേലയ്ക്ക് വിളിച്ചത് കർത്താവായതുകൊണ്ട് ആ ദേശത്ത് സുവിശേഷം എത്തിപ്പാൻ ദൈവം തന്നൊരു പാലം നിമിത്തം ആരുടെയും സപ്പോർട്ടില്ല. സ്തോത്രം എല്ലാം വിട്ട് ഞാൻ ഇറങ്ങിയതാ. ഞാൻ അങ്ങനെ ഒരു ഷെഡുണ്ടാക്കി അവിടെ താമസിച്ചു. സ്തോത്രം. ചില മാസങ്ങൾ പിന്നിട്ടപ്പോൾ ഇതുപോലെ ആരംഭിച്ച ഭയങ്കര മഴയുടെ സീസണിൽ ശക്തമായ വെള്ളം പൊങ്ങി. എനിക്ക് അവിടുത്തെ സ്ഥിതി അറിയില്ലായിരുന്നു. സ്തോത്രം. ഒരു രാത്രിയിൽ ഉറങ്ങാൻ നിവൃത്തിയില്ലാതെ കല്ലുകൾ വന്ന് കല്ലുകൾക്കിട്ട് കൂട്ടിയിടിച്ച് ഒഴുകുന്ന കുടുംബെന്നുള്ള ശബ്ദം ഇങ്ങനെ കേൾക്കാം. പക്ഷെ ആ ഒരു സൗണ്ട് എന്നെ തിരിച്ചറിയുന്നില്ല. വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഒഴുകുമ്പോൾ കൂട്ടിയിടിക്കുന്ന കല്ലുകളുടെ ഒച്ചയാണ്. രാത്രി 2 മണിയായി, കിടക്കാൻ ഒരു നിവൃത്തിയില്ല. ചെവിക്കകത്തേക്ക് ശബ്ദം കൂടി വന്നപ്പം ഞാൻ എഴുന്നേറ്റു. സ്തോത്രം. വാതിലൊക്കെ തള്ളി മാറ്റി ചെറിയൊരു മണ്ണെണ്ണ വിളക്കുള്ള കറണ്ടൊന്നും ആ നാട്ടിലില്ല. കത്തിച്ചു വെച്ചിട്ട് ഞാൻ വാതിക്കലേക്ക് നോക്കുമ്പോൾ ഞാൻ ചതുരത്തി വെച്ചേക്കുന്ന തറക്കല്ലിന്റെ സ്തോത്രം ഏതാണ്ട് 1.25 അടി താഴ്ചയിൽ ആ ലെവലിൽ നാട് മൊത്തം വെള്ളം മുങ്ങി ഉരുള് പൊട്ടി വെള്ളം വന്നിട്ട് ശക്തമായിട്ട് ഒഴുകുകയും ആ ഒഴുക്കിൽ കല്ലുകൾ വന്ന് കൂട്ടിയിടിക്കുന്ന ഒച്ചയായി കേൾക്കുന്നത്. ആ ഭീകരത എനിക്കറിയില്ലായിരുന്നു. ഞാൻ സൈഡിലിരുന്ന് രാത്രി 2 മണിക്ക് ഒഴുകി വന്ന് 2 തേങ്ങ പിടിച്ചു. പെട്ടെന്ന് തോന്നി തേങ്ങ പിടിക്കാൻ കണ്ട നേരം ഒരു ഭയം അകത്ത് തട്ടി. ഞാൻ ചാടി അകത്ത് കയറി. 1 വയസ്സുള്ള കുഞ്ഞുണ്ട്. ഞാൻ പറയടി വെള്ളം ഇവിടം വരെ എത്തി. ഒരു വീട്ടിലേക്ക് ഇറങ്ങി പോകാൻ ഒക്കത്തില്ല. ഓടിച്ചെന്ന് കയറാൻ അങ്ങനെ വിശ്രമിക്കാവുന്ന ഒരു വീട് സത്യത്തിൽ അവിടെ ആർക്കുമില്ല. വിശ്വാസികളുടെ അടുത്തില്ല. ഒരു വീട് ഉള്ള അടുത്ത്. ഞാൻ പറഞ്ഞു, കർത്താവ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകത്തില്ല. ആരുടെ സ്വസ്ഥത കെടുത്താനല്ല നീ എന്നെ ഇവിടെ അയച്ചത്, ചിലരുടെ ആശ്വാസത്തിന്. അതുകൊണ്ട് നീ എനിക്ക് സഹായം ചെയ്യണം. ഈ വെള്ളം താത്തു തരണം, ഇല്ലെങ്കിൽ ഒഴുകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു കുഞ്ഞിനെ നടുക്കി കിടത്തി. ഞാനും വൈഫ് അപ്പുറം ഇപ്പുറം ഇരുന്ന് മുട്ടുകുത്തി കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങളോടൊരു ദൂതുള്ളത് കൊണ്ടാണ് ഞാൻ ആ കാര്യം പറയുന്നത്. എൻ്റെ കഥയല്ല, ഇതിനകത്തോടൊരു ദൂതുണ്ട്. ഭൂമിയിൽ 2 പേർ അകിമത്വപ്പെട്ട എൻ്റെ നാമത്തിൽ എന്തു ചോദിച്ചാൽ പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് നൽകിത്തരാം നീ വചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വചനം ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറത്തില്ല. രാത്രി 2 തൊട്ട് വെളുപ്പന് 4 വരെ പേടിച്ചിട്ടാകട്ടോ. സ്വന്തം വേറെങ്കിലും പോവഴിയില്ല. ഇരുന്ന് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവ് ഈ വെള്ളം താത്തു തരണം, ഇല്ലെങ്കിൽ ഒഴുകത്തേ ഉള്ളൂ. കാരണം ഉരുള് പൊട്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളം. ഇനി കൂടുവോ കുറയുവോ എന്ന് അറിയത്തില്ല. ഇറങ്ങിപ്പോകാൻ നിവൃത്തിയില്ല. ഒറ്റ ഇരുപ്പ് അവിടെ ഇരുന്നു. കർത്താവ് എന്റെ ചെവിയിലോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു, ഞാനാ നിന്നെ ഇവിടെ ആക്കിയത്.
ഞാൻ പറയുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ ക്ലിയർ ആയിട്ട് പ്രതികൂലങ്ങളിൽ നമ്മളോട് സംസാരിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവെന്ന് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ദൈവശബ്ദം പ്രവാചകന്മാരിലൂടെയോ പ്രസംഗത്തിലൂടെയോ മാത്രമല്ല, വ്യക്തിപരമായി കേട്ട് ശീലിക്കണം. അതിനൊരു പ്രാർത്ഥനാ മുറി ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സ്തോത്രം രാവിലെ 4 മണിക്ക് വീണ്ടും നോക്കുമ്പോൾ ആ വെള്ളം താണുപോയി. ഒരിക്കലും അത് ഭീതിയായി വന്നില്ല. 32-ാം സങ്കീർത്തനത്തിൽ പണ്ടേ കാണാതെ പഠിച്ചതാണ്. ഒരു സമയത്ത് ചെല്ലുമ്പോൾ അത് ഓർമ്മ വരത്തില്ല. അവിടെ എഴുതിയിട്ടുണ്ട്, പെരുവെള്ളം പൊങ്ങി വരുമ്പോൾ നിന്റെ അടുക്കലോളം അത് എത്തുകയില്ല. യെശയ്യാവ് 43 എഴുതിയിട്ടുണ്ട്, നീ ആഴിയുടെ ആഴത്തിൽ കൂടെ കടക്കേണ്ടി വരും, പക്ഷെ നിന്നെ അത് മുക്കിക്കളയത്തില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. ഫറവോൻ എത്ര ശക്തനാണേലും അവന്റെ കുതിരയും രഥവും ലോകത്തിൽ എത്ര പ്രസിദ്ധമാണേലും അവൻ വെള്ളത്തിൽ ഇറങ്ങിയാൽ 3-ാം ദിവസം ഉപ്പുവെള്ളത്തിൽ ചത്തു പൊങ്ങത്തേ ഉള്ളൂ. പക്ഷെ ഇസ്രായേൽ മക്കളുടെ പൊടിക്കുഞ്ഞിനെ പോലും ചെങ്കടൽ നനയ്ക്കത്തില്ല. ദൈവം വിളിച്ചവരെ ദൈവം നടത്താൻ വിശ്വസന. യെശയ്യാവ് 50 എഴുതിയിട്ടുണ്ട്, ഹല്ലേലൂയ, വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് ആഴിയുടെ ആഴത്തെ വഴിയാക്കിയവൻ നീ അല്ലയോ. ദൈവത്തിന് സ്തോത്രം. ദൈവം നല്ല കുഞ്ഞുങ്ങൾക്ക് ഒരു വഴികളെ തുറക്കുന്നവനാ. അത്ഭുതങ്ങളുടെ കർത്താവ. മറ്റാരും അതിലൂടെ കടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. വീണ്ടെടുക്കപ്പെടാത്ത ഒരുത്തൻ ആ വഴിയെ കൂടെ എത്ര ശക്തനാണേലും കടക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ചില മാസങ്ങൾ കഴിഞ്ഞു. 14 അടി നീളം അതിന്റെ ഷെഡിന്റേത് കഴിഞ്ഞാൽ 1 അടി വീതിയോട് പുറകോട്ട് കിടക്കാൻ അത് കയ്യാലെയാണ് താഴെയായിപ്പോഴാണ്. വേനൽക്കാലത്ത് ഒരു 3-4 അടി വീതിയില് ഒരു തിട്ട തെളിയും, പിന്നെ അതിന്റെ താഴെ കൂടെ വെള്ളം ഒഴുകുന്നത്. ആ സമയത്ത് കുഞ്ഞിനെ എന്റെ കയ്യിൽ നിന്നിട്ട് വൈകിട്ട് 6:30 കുളിക്കാൻ അവിടേക്ക് ഇറങ്ങി. അവിടെ നിന്ന് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ചായോ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞൊരു ഒറ്റ വിളിയാണ്. ഡ്രസ്സ് മാറിയ കൂട്ടത്തിൽ മയങ്ങിയ സമയത്ത് വീണതോ ചവിട്ടിയതോ എന്തോ ആണ്. ഈ കാലിന്റെ മടക്കിന്റെ തൊട്ട് പുറയിലായിട്ടാണ്. അത്രയും പൊങ്ങിയാണ് കടിച്ചിരിക്കുന്നത്. കുഞ്ഞിനെ അവിടെ ഇട്ടിച്ച് കയ്യാലിൽ നിന്ന് ഞാൻ എടുത്തു ചാടി. പെട്ടെന്നൊരു വാക്യം കർത്താവിന്റെ ഹൃദയത്തിൽ തന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ആ കല്ലിനിടയിൽ കുളിക്കാൻ ഡ്രസ്സ് മാറിയിട്ട് നിൽക്കുന്ന സ്വതന്ത്രം വൈഫിന്റെ കാലയിലിട്ട് എന്റെ 2 വിരലുകൾ വെച്ചിട്ട് മുട്ടുകുത്തി ആ തോട്ടിലെ കല്ലിന്റെ ഇടയിൽ നിന്ന് ഈ എന്റെ ഹൃദയത്തിൽ നിന്ന വാക്യം ഞാൻ അങ്ങോട്ട് വെച്ചു കൊടുത്തു. ലൂക്കോസ് 10:19. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം യേശുവിന്റെ നാമത്തിൽ അവശ്യം നിർവീര്യമായി പോകട്ടെ. ഈ പുസ്തകത്തിൽ കഥയൊന്നും എഴുതിയിട്ടില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സംഭവിപ്പിക്കാനുള്ള അധികാരമുള്ള വചനം മാത്രം അവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. നമ്മളിവിടെ പാടിയപ്പോൾ ഇത്ര മുമ്പേ എഴുതിയില്ലേ സ്തോത്രം. ഹല്ലേലൂയ. ഒരു പാട്ട് വന്നില്ലേ, എന്തുവാ, യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. അത് സ്തോത്രം ടു ബ്രേക്ക് ദ ചെയിൻ. ഹല്ലേലൂയ. അത് സകല ബന്ധനങ്ങളെയും അഴിക്കുന്ന അത്യന്ത ശക്തിയാണ് നമ്മുടെ കർത്താവിനുള്ളത്. അല്ലെങ്കിൽ വാക്യത്തിലേക്ക് ഞാൻ വരാം. നിങ്ങൾ 1 യോഹന്നാൻ 3:8 ഒന്ന് എടുത്തു വെച്ചോ. ദൈവത്തിന്റെ സ്തോത്രത്തിന്റെ കൂട്ടത്തിൽ ഞാൻ അങ്ങോട്ട് കയറിക്കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. സമയം പരിമിതമായതുകൊണ്ട് അങ്ങനെ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു തീർക്കാൻ എളുപ്പമല്ല. അവിടെ നിന്ന് ഹല്ലേലൂയ ചില സ്തോത്രം ആളുകളെല്ലാം കൂടെ ഓടിക്കൂടി ആ ഉപദേശിയുടെ ഭാര്യയെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ് സ്തോത്രം ഞങ്ങളുടെ വാതിക്കലേക്ക് ഓടിക്കേറി വന്നു. എല്ലാവരോടും കൂടി നിർബന്ധിച്ചു. വളരെ ദൂരെ പോകണം, പാമ്പിന്റെ വിഷ ചികിത്സ ചെയ്യണമെങ്കിൽ. അതിന് നിവൃത്തിയില്ല, പൈസയില്ല. വൈകിട്ട് 5:15 കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് ബസ്സില്ല. സ്തോത്രം. അങ്ങനെ വളരെ വിഷമസ്ഥിതിയാണ്. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ എങ്ങും പോകുന്നില്ല എന്ന് പറഞ്ഞ് ആളുകളെല്ലാം കൂടെ വേളം വെച്ചു. സ്തോത്രം. നിങ്ങൾ ഇപ്പൊ പോണം. കാരണം അവിടെ നിന്ന് ചെറിയ ഇനം പാമ്പുകളില്ല. മലബാറിൽ വെള്ളിക്കെട്ടൻ എന്ന് അവിടെയുള്ളവർ വിളിക്കുന്ന അഥവാ 8 അടി വീരൻ എന്ന് നമ്മൾ നാട്ടിൽ പറയുന്ന പാമ്പ്, അത് മൂർഖനല്ല. മൂർഖന്റെ വിഷത്തേക്കാൾ 3 ഇരട്ടി വീര്യമുള്ള വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന പാമ്പാണ് ആ നാട്ടിലുള്ളത്. അതാണ് കടിച്ചത്. സ്തോത്രം. പക്ഷെ കണ്ടില്ല പാമ്പിനെ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഒടുവിൽ കത്തോലിക്കനായ ഒരു ഡ്രൈവർ ഓടിക്കേറി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എങ്ങും പോകുന്നില്ലെങ്കിൽ ഇവിടുത്തെ കത്തോലിക്ക പള്ളിയിൽ അച്ഛൻ ഒരു നല്ല വിഷവൈദ്യം അറിയാവുന്നയാളാണ്. വയസ്സനായതുകൊണ്ട് ചെയ്യുന്നില്ല. പള്ളിയിലുള്ളവർക്ക് പുള്ളിയെ കുറിച്ച് അങ്ങനെ അറിയാനും വേണ്ട. ഞാൻ പുള്ളിയുടെ ഡ്രൈവർ ആയതുകൊണ്ട് സ്തോത്രം എനിക്കറിയാം, പുള്ളിക്ക് ചികിത്സ അറിയാമെന്ന്. എന്റെ കൂടെ അവിടെ വരപ്പാ. എല്ലാവരോടും കൊണ്ട് നിർബന്ധിച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ അടുക്കലെത്തി. അടുത്ത സ്തോത്രം. പുള്ളി ഓടിക്കൊണ്ടുവന്നൊരു കൊച്ചു പുള്ളിയെ നാക്കയിലെടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞിരുന്നു. രാത്രി 2 മണി വരെ ആയിരിക്കും. പുള്ളി പരീക്ഷണമൊക്കെ നടത്തി 2 മണിയായപ്പോൾ പറഞ്ഞ, ഉപദേശി, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടതായിരിക്കും. 8 അടി വീരനാണ് കടിച്ചത്, വിഷം കയറിയിട്ടില്ല. സ്വതന്ത്രം. അതിനേക്കാൾ വലിയ വീരൻ നമുക്ക് സ്വർഗത്തിലുണ്ടെന്ന്. സകല പാമ്പുകളെ ചവിട്ടാൻ അധികാരം തന്നൊരു കർത്താവ് നമുക്ക് സ്വർഗത്തിലുണ്ടെന്ന്. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല എന്ന് എഴുതിയ വചനം സത്യമാണ്. ഭയപ്പെട്ടു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ പെട്ടെന്ന് വാക്യമാണ് കർത്താവിന്റെ ഹൃദയത്തിൽ തന്നത്. അത് ഞാൻ അങ്ങോട്ട് അപ്ലൈ ചെയ്തു. അതിനേക്കാൾ വലിയ ഡോക്ടറും മരുന്നും ഒന്നുമില്ല. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ നേരിടുമ്പോൾ
നമ്മൾ ഇന്ന് എത്ര സന്തോഷത്തോടെ ഇരുന്നാലും പോരാട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ഓർക്കണം, നമ്മുടെ അകത്ത് നിന്ന് പ്രതിനിധിയായി പൊങ്ങി വരുന്ന വചനങ്ങൾ ഉണ്ടായിരിക്കണം. എങ്ങനെ വചനം വരുന്നതെന്നും കൂടെ പറയാം. ഈ ATM കാർഡ് കൊണ്ടുപോയി ATM മെഷീനകത്ത് ഇട്ടിട്ട് നമ്പർ ഞെക്കാമെങ്കിൽ എന്നാ വരും? കാശ് വരികയല്ലേ? കിട്ടാറില്ല നിങ്ങൾക്കൊക്കെ? സ്വത്രം അങ്ങനെ കിട്ടും ഇല്ലേ? ഞങ്ങളുടെ നാട്ടിൽ കിട്ടത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ ATM-ൽ കാർഡ് ഇട്ടിട്ട് നമ്പർ കുത്തിയാൽ കാശ് കിട്ടത്തില്ല. കിട്ടണമെങ്കിൽ നേരത്തെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. കാര്യം ഇവിടെ കിട്ടിയത്. സ്വത്രം നേരത്തെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തവനാണ് കാർഡ് ഇട്ടിട്ട് ഞെക്കട്ടെ, അല്ലെങ്കിൽ ഞെക്കിക്കൊണ്ട് അവിടെ വെളുക്കുന്നതിനും വരെ നിൽക്കാത്തേ ഉള്ളൂ, ഇങ്ങോട്ടൊന്നും വരത്തില്ല. അപ്പം ഈ ചുമ്മാ തിരിക്കുമ്പോഴും നടക്കുമ്പോഴും വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോഴും രാവിലെയൊക്കെ കുറച്ച് വചനം അങ്ങ് അകത്ത് കേട്ടണം. പ്രതികൂലത്തിൽ അതിങ്ങനെ അങ്ങ് ഇറങ്ങി. സ്തോത്രം. ഇത് അകത്ത് സ്റ്റോക്ക് ചെയ്യണം. ദാവീദ് പറഞ്ഞു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഉള്ളിൽ സംഗ്രഹിക്കുന്നു. അപ്പൊ ഹൃദയത്തിനകത്ത് ഇത് സംഗ്രഹിക്കണം. ഈ കേൾക്കുന്നത് മാത്രം പോരാ. സ്തോത്രം. വചനത്തിന്റെ സ്തോത്രം ഗ്രാഹ്യം ഏത് സമയം കിട്ടിയാലും വായിച്ചകത്താക്കുമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രതിസന്ധിയിൽ ഡോക്ടർ മാറി നിൽക്കുമ്പോൾ, സ്തോത്രം, ആർക്ക് സഹായിക്കാൻ ഒക്കത്തില്ലെന്ന് പറയുമ്പോൾ ഈ വചനം കയറി വന്ന് നിന്നെ വിടുവിക്കും. ഒരു സംശയവുമില്ല. ഞാൻ അയച്ച എന്റെ വചനം അയച്ച കാര്യം സാധിപ്പിക്കാതെ മടങ്ങത്തില്ല. അത് അയച്ചത് സത്യമാണെങ്കിൽ അവിടെ സൃഷ്ടിപ്പുകൾ നടക്കും. ശൂന്യതയിലേക്ക് നോക്കി ഒന്നുമില്ലായ്മൽ കഴിഞ്ഞകാല നിത്യതയിൽ സർവശക്തനായ ദൈവം അരുളി ചെയ്തു, ഉണ്ടാകട്ടെ. വല്ലതും ഉണ്ടായോ? സ്തോത്രം. അതൊക്കെ പറയാൻ ഒത്തിരി സമയങ്ങൾ വേണം. സ്തോത്രം. 5 പ്രാവശ്യം ദൈവം അരുളി ചെയ്തു, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ. ഇന്ന് ഭൂമിയിൽ കാണുന്ന കോടിക്കണക്കിന് മനുഷ്യര് കോടിക്കണക്കിന് ഡോളർ മുടക്കി യാത്ര ചെയ്തിട്ട് കണ്ടു തീരാത്ത മനോഹാരിതയുള്ള ഈ ഭൂമണ്ഡലത്തെ ഇങ്ങനെ സൃഷ്ടിച്ചത് ആ ഒറ്റ വാക്കാണ്. മനസ്സിലായോ? എന്തിനാ ഇവിടുന്ന് തേക്കടിക്ക് പോകുന്നത്? അവിടെ കിടക്കുന്നവർ എന്തിനാ ആലപ്പുഴയ്ക്ക് പോകുന്ന കടൽ കാണാം? ഞാൻ അവിടുത്തെ പേര് പറഞ്ഞതേ ഉള്ളൂ. ആഫ്രിക്കയിൽ കിടക്കുന്നവർ എന്തിനാ അന്റാർട്ടിക്കയ്ക്ക് പോകുന്നത്? അമേരിക്കയിൽ കിടക്കുന്നവർ എന്തിനാ കന്യാകുമാരിക്ക് പോകുന്നത്? സ്വതന്ത്രം. ആകത്തുക അല്ലേലിയ. മരുഭൂമി കിടക്കുന്നവർ മഴ കാണാൻ പോകുന്നു. മഴ കൊണ്ട് ശല്യം മുട്ടിയ കുറെ പേര് മരുഭൂമിയിലോട്ട് പോകുന്നു. കുറെ പേര് മഞ്ഞ് കാണാൻ പോകുന്നു. എന്തെല്ലാം കാണാൻ? ഇതെല്ലാം ഒറ്റ വാക്കിനുണ്ടായതാണ്. ഒരു വാക്ക് കൊണ്ട് നിർമ്മിച്ച ഭൂലോകത്തിന്റെ സൗന്ദര്യം ഇത്ര വലുതാണെങ്കിൽ അതിനകത്തൊരു ദൂതുണ്ട്. കഴിഞ്ഞ 2000 വർഷമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വീട് ഒരുക്കാൻ പോകുന്നു, അതിന്റെ പണി പൂർത്തീകരിച്ചാൽ ഞാൻ വേഗത്തിൽ വന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ പ്രിയൻ ആ പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് വരാതിരിക്കുന്നതെങ്കിൽ അതിന്റെ മനോഹാരിത ഊഹിക്കാൻ പറ്റുമോ? 1 കൊരിന്ത്യർ 2:9 എഴുതി, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരാർക്കിടെക്റ്റിന്റെയും ഒരു എഞ്ചിനീയറുടെയും ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ല. അത്രയൊന്ന് തന്റെ ചങ്കിലെ ചോര കൊടുത്ത മണവാട്ടിക്ക് വേണ്ടി അവിടെ നിർമ്മിക്കുന്ന ഒരു പ്രിയൻ നമുക്കുണ്ടെന്നും അവൻ വേഗത്തിൽ മടങ്ങി വരുമെന്നും ഇന്ത്യയുമല്ല അമേരിക്കയുമല്ല കാനഡയുമല്ല ഇതൊന്നും ശാശ്വതമല്ലെന്നും ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിക്കണമെന്നും ദൈവമക്കളെ വചനം ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ മൗനമായിരിക്കരുത്, ശക്തിയോടൊന്ന് സ്തോത്രം ചെയ്യും. നമ്മുടെ പ്രത്യാശ അവിടെയാണ്. ഇവിടുത്തെ ജോലിയല്ല, ഇവിടുത്തെ ഡോളറല്ല, ഇവിടുത്തെ കെട്ടിടമല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ പവറല്ല, ഇവിടുത്തെ സ്വാതന്ത്ര്യത്തിന്റെ കൂടുതലല്ല. നമുക്ക് ഹല്ലേലൂയ സ്വർണ്ണ തെരുവീതിനെ അവർ ഒരുക്കുന്ന ഒരു ശാശ്വത ഭവനമുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. കാഹളം എന്ന് വെച്ചാൽ പോകാൻ റെഡിയായിരിക്കണം. ഇവിടുത്തെ സമ്പാദ്യത്തിന് അതിന് താഴത്തെ വിലയെ കൊടുക്കാതെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെയുള്ളവരെ പറഞ്ഞു പോകാൻ എന്റെ മുമ്പിൽ സമയമില്ല. ഹല്ലേലൂയ. ഒത്തിരി സംഭവങ്ങൾ RSSകാരെ കൊല്ലാൻ വന്നിട്ടുണ്ട്. പ്രാർത്ഥന ഒരു കൊച്ചു വീടിന്റെ തിണ്ണയിൽ വേറെ സ്ഥലത്ത് നടത്തുമ്പോൾ വന്ന് അവർ വട്ടമിട്ട് തലേ ദിവസം വിളിച്ചു പറഞ്ഞു, നാളെ നീ പാട് ഞങ്ങൾ കാണിച്ചു തരാം. അവർ ശാഖം കൂടി തീരുമാനിച്ചതാണ്. പിറ്റേ ദിവസം പ്രാർത്ഥന തുടങ്ങിയപ്പോൾ സ്തോത്രം അവരൊന്ന് വട്ടമിട്ടു. പക്ഷേ ഒരു മനുഷ്യൻ അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് അനുകൂലമായിട്ട് എഴുന്നേറ്റു. അയാൾ ഇവിടെ പാർക്കുന്നെങ്കിലും നാട്ടിൽ ഒരു ദോഷമോ നാശമോ ചീത്തയോ അയാളെ മുഖാന്തരം ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ അയാളെ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനാണ്. രാവിലെ വൈകിട്ടും എന്റെ വാതിക്കൽ കൂടെ പാലും കൊണ്ടൊക്കെ പോകുന്ന ഒരാളാണ്, ഒരു ശിവരാമൻ. അയാൾ പറഞ്ഞു, ഒരു കുഴപ്പം ചെയ്യാത്ത ഒരു മനുഷ്യന്റെ വീട് എറിഞ്ഞ് നശിപ്പിച്ച് തീയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ഞാനില്ല, അതുകൊണ്ട് ഞാൻ അതിന് സമ്മതമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് സമയത്ത് പിരിഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെ അയാൾ എൻ്റെ അടുക്ക് പാലും കൊണ്ട് പോകാൻ നേരം വന്നേച്ച് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെയാ സംഭവം, നിങ്ങളെ ഞാൻ കുറെ നാളുകൊണ്ട് നോക്കുന്നു,
നിങ്ങൾ ഇന്നൊരു കുറ്റം പറയാൻ എനിക്കില്ലാത്തത് കൊണ്ട് ഒരു കുഴപ്പം ചെയ്യാത്തവന്റെ വീട് കയറി ഇറങ്ങുന്ന നശിപ്പിക്കുന്ന നീട്ടെന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇന്ന ആളുകളെ സൂക്ഷിച്ചോണ്ടെന്ന് അയാൾ വന്ന് എനിക്ക് വിവരം തന്നേച്ചു. വേറെ ഒത്തിരി സംഭവം ഉണ്ട്, പറയാൻ സമയമില്ല. താമസിക്കാനായിട്ട് ആർക്കും വീട് തരാനില്ല. ചാണകം വാരി സ്റ്റോക്ക് ചെയ്തേക്കുന്ന, കൃഷിക്കിടാനായിട്ട് വാങ്ങിയിട്ടേക്കുന്ന ഷെഡ് വാങ്ങി മെഴുകി പരമ്പ് കൊണ്ട് അതിനകത്ത് തട്ടൊക്കെ ഇട്ട് 3 കൊല്ലം ഞാൻ അതിനകത്ത് താമസിച്ചിട്ടുണ്ട്. അവിടെ പോയി സ്തോത്രം 3 കൊല്ലം വേല ചെയ്തപ്പോൾ ദൈവം 35 ആത്മാക്കളെ അവിടെ തന്നു. അത് ഒരാളെ ഏൽപ്പിച്ചു. സ്തോത്രകാഴ്ചയൊക്കെ 10 പൈസ 25 പൈസയ്ക്ക് അന്നത്തെ കൃഷിക്കാരുടെ ഏറ്റവും വലിയ ഇടിയിലെന്ന് പറയുന്നത് അതൊക്കെ ഒരു 8 രൂപ 10 രൂപ ഒക്കെ കിട്ടാൻ തുടങ്ങുമ്പോൾ വേലയില്ലാത്തതൊന്നും ഇഷ്ടംപോലെ ഗ്രാമങ്ങൾ കാസർഗോഡ് ജില്ലയിലുള്ളത് കൊണ്ട് അടുത്ത ഒരു സ്ഥലം ഞാൻ കണ്ടെത്തുള്ളൂ. സ്വതന്ത്രം പിന്നെ ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ ആത്മഹത്യ ചെയ്തിട്ട് അനാഥമായി കിടക്കുന്നൊരു വീടാ. ഇടതുവശത്ത് ചാരായ ഷാപ്പ്, വലതുവശത്ത് കള്ളഷാപ്പ്, അടിയും കുത്തും എല്ലാം രണ്ടിടത്തുനിന്ന് വരുന്ന പുള്ളികൾ ഇതിന്റെ തന്നെ കിരണ നടക്കുന്നത്. എന്നെ സാക്ഷിയാക്കിയിരുന്നെങ്കിൽ 100 കുത്തുകത്തിന് ഞാൻ സാക്ഷിയാണ്. പക്ഷേ സ്വതന്ത്രം ഒന്നിനകത്തും ദൈവം പെടുത്തിയില്ല. വാക്കത്തി വലിയ തെമ്മാടികളുടെ കയ്യിൽ ഇറങ്ങിച്ചെന്ന് വാങ്ങി എന്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അവരെ പറഞ്ഞു വിട്ട സംഭവം 2 തവണ ഉണ്ടായിട്ടുണ്ട്. ദൈവം അതിന് നടുവിൽ സമാധാനമായി നിർത്തി. സ്തോത്രം അവിടെയൊക്കെ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ താമസിച്ച് വേല ചെയ്താണ് 20 വർഷം കടന്നുപോയത്. പിന്നെ തിരുവനന്തപുരം, പിന്നെ ഇടുക്കി, ഇപ്പം കുറച്ച് നാളായി തിരുവല്ല, അങ്ങനെ മാറി വന്നു. സ്തോത്രം അവിടെ എല്ലാവരും ഒത്തിരി സഭകൾ, കൂട്ടായ്മകൾ, കൊച്ചു കൊച്ചു കൂട്ടങ്ങളാ സ്തോത്രം എഴുന്നേൽക്കുവാൻ ദൈവം കൃപ ചെയ്തു. പ്രിയമുള്ളവരെ, വചനത്തെ സ്തോത്രം അടയാളങ്ങളാൽ അത്ഭുതങ്ങളെ ഉറപ്പിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഞാൻ അവിടെ നിന്ന് വേഗത്തിൽ ഇങ്ങോട്ട് വരട്ടെ. സ്തോത്രം ഹല്ലേലൂയ. എന്റെ വൈഫും ഒറ്റയ്ക്ക് എല്ലാം ഉപേക്ഷിച്ച് അപ്പന്റെ ഉപദ്രവ നിമിത്തം ഒളിച്ചോടി പാസ്റ്റർ വി. എ. തമ്പിയുടെ ഭാര്യ നടത്തുന്ന ബൈബിൾ സ്കൂളിലെത്തി 2 വർഷം രഹസ്യത്തിൽ താമസിച്ചിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാതെ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ആ ദൈവദാസന്റെ ആലോചന പ്രകാരം വിശ്വാസത 1 രൂപ സ്ത്രീധനമില്ലാതെ, ഒരു പുതിയ വസ്ത്രത്തിന് വകയില്ലാതെ, നല്ലൊരു കുടുംബത്തിലെ അംഗമാണ്. പക്ഷെ അപ്പം മദ്യപിച്ചിട്ട് ഭയങ്കര ഉപദ്രവമാണ്. സുവിശേഷം കേട്ടതോടുകൂടെ ഒത്തിരി ഉപദ്രവിച്ചു. അങ്ങനെ ദൈവദാസൻ കൊടുത്ത അഡ്രസ്സും കൈ പിടിച്ചുകൊണ്ട് ഒളിച്ചു പോയതാണ്. സ്തോത്രം അങ്ങനെ ചേട്ടത്തിയും അനിയത്തിയും 2 പേര് കൂടി ഒരു പ്രസ്ഥാനത്തിൽ ഒന്നിച്ചു വന്നു. മൂത്തവളെ വിശ്വാസത്താൽ വിവാഹം കഴിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. പ്രസവത്തിന്റെ സമയമായപ്പോൾ അവരുടെ വീട്ടിലേക്ക് വിടാൻ എനിക്ക് പറ്റത്തില്ല. എന്റെ ചേട്ടന്മാര് കാശ് വാങ്ങി കിട്ടിയതുകൊണ്ട് അവരുടെ ഇടയ്ക്കിലേക്ക് വിടാൻ എനിക്കും പറ്റത്തില്ല. ഇവിടെ സഹായിക്കാൻ വിശ്വാസികളില്ല. ഞാൻ പ്രാർത്ഥിച്ചു, നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്ന കാര്യമെന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത്. കർത്താവേ, വയറ്റിൽ തന്നെങ്കിൽ നീ എന്റെ കൈ തരണം. സ്തോത്രം. താങ്ങാൻ ഞങ്ങൾക്ക് ഇവിടെ ആരുമില്ല, കയ്യിൽ നിന്ന് മുടക്കാൻ പൈസയില്ല. സ്തോത്രം. വിശ്വാസികൾ ഇവിടെ ഇല്ല. കർത്താവ് എന്നെ സഹായിക്കണം. ഞങ്ങൾ ഹൗവായുടെ മക്കളല്ല. അവളോടാ പറഞ്ഞു, നീ വേദനയോടെ മക്കളെ, ഞങ്ങൾ വീണ്ടും ജനിച്ച നിന്റെ മക്കളാണ്. ഞങ്ങളുടെ വേദന ശാപമൊക്കെ നീ എടുത്തതാ. അതുകൊണ്ട് വേദനയില്ലാതെ കുഞ്ഞുങ്ങളെ തരണം. 3 മക്കളെ ദൈവം തന്നു. എന്റെ കട്ടിലെല്ലാം പ്രസവിച്ചത്. സ്വതന്ത്രം. ബാക്കി കാര്യങ്ങൾ ഞാനാ ചെയ്തത്. ഹല്ലേലൂയ. മൂത്ത മകൾക്ക് ഇപ്പൊ 36 വയസ്സുണ്ട്. സ്വതന്ത്രം. രണ്ടാമത്തെ മകന് 33 വയസ്സുണ്ട്. ഇളയ മകന് 31 വയസ്സുണ്ട്. അവനെ ദൈവം 4 വർഷത്തിന് മുമ്പ് എറ്റോൾസായിലുള്ള റേമ ബൈബിൾ കോളേജിൽ പഠിക്കാൻ ദൈവം ഒരു വെളിപ്പാട് കൊടുത്ത് അയച്ചത് കൊണ്ടാണ് ഞാനിവിടെ ഒന്ന് വരാൻ വഴിയുണ്ടായത്. അമേരിക്കയിൽ അയക്കാൻ എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല, സാമ്പത്തികമില്ല, ബന്ധങ്ങളില്ല. സ്തോത്രം. ഇതൊക്കെ എങ്ങനെയോ വിളിച്ചപ്പോൾ തന്ന ഒരു ബന്ധം കൊണ്ടാണ് ഇവിടെ വന്നത്. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ചില യാത്രകൾ ഇവിടെ ചെയ്യുന്നതേ ഉള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. ഈ വായിച്ച വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധയിലേക്ക് വന്നേ. പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു സെന്റൻസ് 2 മിനിറ്റ് കൊണ്ട് നിർത്താം. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് 1 യോഹന്നാൻ 3:8 അല്ലെങ്കിൽ ഒടുവിലത്തെ ഒരു സെന്റൻസ് മാത്രമേ വായിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുണ്ടോ? പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയാക്കാൻ നിങ്ങളുടെ സമയത്തെ അതിക്രമിക്കുന്നില്ല. പിശാച് ഭയങ്കര കെട്ടുകെട്ടുന്നവന്. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടില്ല, ബന്ധനമാണ്. സ്തോത്രം. പിശാച് എപ്പോഴും ബന്ധനം കൊണ്ട് നടക്കട്ടെ, കെട്ട്. ഹല്ലേലൂയ. യേശു എന്തിനാ വന്നേ? ഈ വാക്യത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? വിശ്വസിക്കുന്നവരൊന്ന് വാഗോണ്ട് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്തത് സംഭവിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാനാണ് യേശു വന്നത്. ഈ അഴിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാത്രം പറയാൻ നേരമുള്ളൂ. സ്തോത്രം. നമ്മൾ ഇങ്ങനെ ഇട്ട് കെട്ടി ഇങ്ങനെ മുറുക്കി വെച്ചു. അഴിക്കണമെന്ന് പറഞ്ഞാൽ ചെന്നിട്ട് കുത്തി കിള്ളി ഉണ്ടല്ലോ, അഴിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അങ്ങനെ ഒരു ചിന്ത ആ വാക്കുകൊണ്ട് നമ്മുടെ അകത്ത് വരുന്നത്. അതല്ല അവിടെ സംഭവിച്ചത്. അഴിക്കുക എന്ന വാക്കിന് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ശരിയായ ഭാഷയുടെ അർത്ഥം നിർമൂലമാക്കുക, ഇല്ലായ്മ ചെയ്യുക, ഉരുക്കി കളയുക. അതിന് ഒരു കൊച്ചു ഉദാഹരണം പെട്ടെന്ന് പറയാം. 1945 നിങ്ങൾക്ക് പഠിക്കുന്നവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ജൂലൈ മാസം 16-ാം തീയതി മെക്സിക്കോ മരുഭൂമിയിൽ അമേരിക്ക ആദ്യത്തെ ബോംബിന്റെ പരീക്ഷണം നടത്തി, പൊട്ടിച്ചു. പരീക്ഷണം 1945 ജൂലൈ 16.
അപ്പൊ 35 കിലോമീറ്റർ അകലെ നിന്ന് നിരീക്ഷിച്ച ഒരാൾ പറഞ്ഞു സൂര്യനേക്കാൾ 7 മടങ്ങ് പ്രകാശം ആ സമയത്തുണ്ടായി. 30 എന്ന് പറഞ്ഞാൽ 100-110 അടി ഉയരമുള്ള ഒരു സ്റ്റീൽ ഉരുക്കിന്റെ ഗോപുരം അവിടെ ഉണ്ടായിരുന്നത് അപ്പാടെ ഉരുകിപ്പോയി. ആ സാധനം പിന്നില്ല. ഇതാണ് പരീക്ഷണ പൊട്ടിക്കലിൽ ഇവര് കണ്ടുപിടിച്ചത്. അപ്പൊ ഇവർക്ക് പിടി കിട്ടി, ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാ പണി വല്ലതും നടക്കും. ഏകദേശം 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റ് മാസം 6-ാം തീയതി അവർ ഹിരോഷിമയിൽ കൊണ്ടുപോയിട്ട് 12.5 കിലോ ടൺ ഉള്ള ഫാറ്റ്മാൻ എന്ന് ലിറ്റിൽ ബോയ് എന്ന് പേരിട്ട ആ ബോംബ് അങ്ങോട്ട് കൊണ്ടു തട്ടിക്കൊടുത്തു. 1.25 ലക്ഷം നിന്ന നിപ്പിൽ ചാരമായി പോയി. 10 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ഭൂമിയിലില്ല, ചാരമായി പോയി. സ്വതന്ത്രം ഒരു ബോംബ് പൊട്ടിപ്പോ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റ് 9-ാം തീയതി സ്വതന്ത്രം രണ്ടാമത്തേത് നാഗസാക്കിയിൽ കൊണ്ടുപോയി തട്ടി. 21.5 കിലോ ടൺ ഉള്ള ഫാറ്റ്മാൻ എന്ന് പേരിട്ട പ്ലൂട്ടോണിയം ബോംബ് അവിടെ പൊട്ടി. സ്തോത്രം 75,000 പേര് നിന്ന നിപ്പിൽ അവിടെയും ഉരുകി തീർന്നു പോയി. തീർന്നില്ല, 80 വർഷത്തോളം ആകുന്ന സംഭവം ഇപ്പൊ നടന്നിട്ട് ഇന്നും ചാവിള്ളകൾ ജനിക്കുന്നു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് സ്തോത്രം ഇന്നും ആ മാംസ കഷണങ്ങളെ അവിടെ പ്രസവിക്കുന്നു. അങ്ങനെ നശീകരണത്തിന്റെ ആ വലിപ്പം അവർ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തി കൊടുത്തു. സ്തോത്രം ആ സാധനത്തിന് ഹല്ലേലൂയ ഇട്ട പേരിന്റെ മൂലഭാഷയാണ് പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിരിക്കുന്ന സ്തോത്രം എന്താ പേര്? ഹല്ലേലൂയ ആ സ്തോത്രം ലൂട്രോ എന്ന അതിന്റെ ഒരു മൂലവാക്യം കേട്ടിട്ടുള്ളത്. സ്തോത്രം ആ വാക്കിന്റെ സ്തോത്രം ശരിയായ അർത്ഥം ഡുണാമിക് പവർ എന്ന് പരിശുദ്ധാത്മാവിന് പറയുന്നത്. അതിൽ നിന്നാണ് ഡൈനാമിക് എന്ന വാക്കുണ്ടായതാണ്. സ്തോത്രം ഡൈനാമിക്കിനേക്കാൾ 10 ലക്ഷം മടങ്ങ് ശക്തിയുള്ള ഡുണാമിക് പവർ പരിശുദ്ധാത്മ ശക്തിക്ക് ഉപയോഗിക്കുന്ന വാക്കാണ്. സ്തോത്രം ആ വാക്കിന്റെ അർത്ഥം ഉരുക്കി കളയുക, നിർമൂലമാക്കുക എന്നാണ്. സ്തോത്രം 18 വർഷമായി കൂനി പള്ളി വന്നേച്ച റാ പോലെ വളഞ്ഞ് മടങ്ങി പോകുന്ന ഒരു പെണ്ണുമ്പിള്ള യേശു എന്ന യോഗത്തിൽ ആ പള്ളിയിൽ ഉണ്ടായിരുന്നു. യേശു പറഞ്ഞു സ്ത്രീയെ നിവർന്ന് നിൽക്കാം. അവിടെ വായിക്കുന്നത് സ്തോത്രം അവൾ ഇങ്ങനെ 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 നിവർന്ന് നില ക്ഷണത്തിൽ നിവർന്നു. അതാണ് ഈ ഉരുക്കി കളയുന്ന ശക്തി. ഇതിന് 18 കൊല്ലമല്ല 38 കൊല്ലമല്ല 40 കൊല്ലം പഴക്കമുണ്ടെങ്കിലും യേശു വാക്ക് പുറപ്പെടുവിച്ചാൽ ആ നിമിഷത്തിൽ വിടുതലാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് മണ്ഡലത്തിലേക്കാണ് ഈ ശക്തി വ്യാപരിക്കേണ്ടത് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക ദൈവത്തിന് സ്തോത്രം. റോഡിൽ കയറി പോകുന്ന ലൈനിൽ പ്ലാസ്റ്റിക് കയറ് കെട്ടി വലിച്ചാൽ ഇവിടെ കറണ്ട് വരുമോ? അല്ല വരുമോ? എന്നാ വേണം? ചെമ്പ് കമ്പിയോ അലൂമിനിയം കമ്പിയോ കൊണ്ടുപോയി മുട്ടിക്കണം. അപ്പൊ അവിടുത്തെ ശക്തി ഇങ്ങോട്ട് പകരപ്പെടാൻ തക്ക ഒരു മീഡിയേറ്റർ ആയിട്ട് സ്വതന്ത്രം നമ്മളൊന്ന് ബന്ധപ്പെട്ടാൽ ഈ ശക്തി നമ്മളിൽ വ്യാപരിക്കും. പ്ലാസ്റ്റിക് കയറിയിട്ട് വലിച്ചാൽ കറണ്ട് വരത്തില്ല, കമ്പി ഇങ്ങോട്ട് വളയുമായിരിക്കും. അപ്പൊ നമുക്ക് ദൈവശക്തി നമ്മളിലേക്ക് വ്യാപരിപ്പാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സ്വതന്ത്രം വർദ്ധിപ്പിച്ചെടുത്താൽ ആ ശക്തി ഇങ്ങോട്ട് വന്നാൽ ഫാൻ കറങ്ങും, ലൈറ്റ് കത്തും, ഫ്രിഡ്ജ് തണുക്കും, ഹീറ്റർ ചൂടാകും. ഇത് ഏത് കണക്ട് ചെയ്യുന്നോ ഏത് സമയത്ത് ആവശ്യമായിരിക്കുന്നോ അതാത് ഇടങ്ങളിൽ അതാത് നിലകളിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. നിന്റെ അന്തരംഗം ചൂടായിരിക്കുന്നെങ്കിൽ നിനക്കത് ഫ്രിഡ്ജ് പോലെ ആശ്വാസമായിരിക്കും. നീ തണുത്ത് മരവിച്ച് വിശ്വാസ ജീവിതത്തിൽ ഉറഞ്ഞിരിക്കുകയാണെങ്കിൽ നിന്നെ അത് ചൂടാക്കും. പഴയതുപോലെ ഓടാൻ പറ്റുന്നില്ലെങ്കിൽ മോട്ടോർ പോലെ അത് പ്രവർത്തിക്കും. പ്രകാശനം ഇപ്പൊ പഴയതുപോലെ ഇല്ലെങ്കിൽ നിന്നെ അത് പ്രകാശിപ്പിക്കും. കണക്ഷൻ മാറി മാറി കൊടുക്കുക. സ്തോത്രം ഏതിലേക്ക് കണക്ട് ചെയ്യണമോ അവിടെ അതിന്റെ പ്രവർത്തനം വെളിപ്പെടും. ഇതാ പരിശുദ്ധാത്മ ശക്തി. ഈ ശക്തി കൂടാതെ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ഈ ശക്തി കൂടാതെ അവിടെ എത്താൻ കഴിയത്തില്ല. എന്നേക്ക് നമ്മളോട് കൂടെ ഇരുപ്പാൻ, നമ്മളെ നിത്യതയിൽ എത്തിപ്പാൻ, സ്തോത്രം മണവാട്ടിയായിട്ട് തന്നെ ഒരുക്കിയെടുക്കുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാണ് കർത്താവ് നൽകി തന്നത്. ഇത് പ്രതിബന്ധങ്ങളെ ഉരുക്കിക്കളയും, പോരുകളെ തകർത്ത് കളയും. സാത്താന ബന്ധനം, ശാപബന്ധനം, പാപബന്ധനം, മരണബന്ധനം, രോഗബന്ധനം, സകലവിധ ബന്ധനങ്ങളിൽ ഇരുളിന്റെ ബന്ധനം ഇത് തകർക്കും. കുറഞ്ഞ പക്ഷം 6 ബന്ധനങ്ങളെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ഒരു ബന്ധനത്തെയും അവിടെ നിൽക്കാൻ അനുവദിക്കത്തില്ല. ഒരു ദൈവവൈദ്യനുടെ ജീവിതത്തിൽ, അവന്റെ തലമുറയിൽ, അവന്റെ പേഴ്സിൽ, അവന്റെ ജോലിയിൽ, അവന്റെ വീട്ടിൽ, അവന്റെ കുടുംബത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ അന്തചിത്രങ്ങൾ ഇടുന്ന പോരികളെ തകർക്കുന്ന ഈ ദൈവശക്തി ഏറ്റെടുക്കുന്ന ഒരു കൈയടിച്ച ദൈവത്തെ സ്തുതിക്കുക. ഒന്ന് സ്വതന്ത്രത്തോടെ ഏറ്റെടുക്കുക. സമയപരിമിതി എനിക്ക് നിർത്തിയേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ശക്തിക്ക് പരിമിതിയില്ല. അത് നിങ്ങളിലേക്ക് ഇറങ്ങി വ്യാപരിപ്പാൻ പോകുക. അത് ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ വ്യാപരിപ്പാൻ വ്യക്തിപരമായി ഏറ്റെടുത്ത് സ്തോത്രം ചെയ്താൽ ഈ
ദൈവദാസനോട് സഭയോട് നന്ദി പറഞ്ഞതിന്റെ വാക്കിൽ തിരിക്കുന്നു. Amen.